സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 119 1 മുതൽ 3 വരെ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അങ്ങ് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 119 സങ്കീർത്തനം 1 മുതലുള്ള ചില വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ. ഇതിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നാം കാണുക. ഈ ശബ്ദത്തിൻ്റെ വിലയാണ് 119 സങ്കീർത്തനത്തിൻ്റെ ദൈർഘ്യത്തിന് കാരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വചനങ്ങളുള്ള അധ്യായം 119 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ഇത്രയും ദൈർഘ്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തിനാണ് രേഖപ്പെടുത്തിയത്? അത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഈ ഭൂമിയിലെ മർത്യൻ മനസ്സിലാക്കി ഗ്രഹിച്ച് സ്വീകരിച്ച് അതനുസരിച്ച് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കേണ്ടതിന് തന്നെ. അത് മുഖാന്തരം ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക ആശീർവാദങ്ങൾ മർത്യന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? അഥവാ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ തിരുവായ്മൊഴിയാണ്. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഏകദേശം 1600 വർഷങ്ങൾക്ക് ഉള്ളിലുള്ള കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ദൈവവചനം ദൈവം ഏകദേശം 40ഓളം പേരിലൂടെ രൂപപ്പെടുത്തി നമുക്ക് നൽകി. ഇതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇതിൽ ജീവനുണ്ട്, ചൈതന്യമുണ്ട്, ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച തിരുവചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് യേശു പറഞ്ഞു. ഈ വചനം ദൈവം മോശയിലൂടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തുവാനിടയായി. തുടർന്ന് പലരിലൂടെ, പല പ്രവാചകന്മാരിലൂടെ ദൈവം ഉപയോഗിച്ച വ്യക്തികൾ അത്ഭുത വിഷയങ്ങളാണ്. മുക്കുവന്മാരെയും രാജാക്കന്മാരെയും ഡോക്ടറെയും ഒക്കെ ദൈവം അതിനായി ഉപയോഗിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷകൻ ഡോക്ടറായിരുന്നു. ദാവീദ് രാജാവായിരുന്നു. പത്രോസ് മുക്കുവനായിരുന്നു. ഇങ്ങനെ സമൂഹത്തിൻ്റെ ചെറുതും വലുതുമായ തലങ്ങളിൽ വിദ്യാപണ്ഡിതരെയും വിദ്യാഹീനരെയും ദൈവം ഈ ദൈവവചനത്തിൻ്റെ രൂപകൽപ്പനയ്ക്കായി ഉപയോഗിച്ചു എന്നുള്ളത് ആശ്ചര്യജനകമാണ്. പൗലോസ് പണ്ഡിതനായിരുന്നു. ഈ വചനം എഴുതുവാൻ
അദ്ദേഹത്തെയും ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിച്ചു. വേദപുസ്തകത്തിലെ 13 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിലൂടെ എഴുതി നൽകുവാനിടയായത്. ഇത് നമ്മെ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നതിന് മാർഗദർശനം നൽകുന്നു. ഇതിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, നിർദ്ദേശം ലഭിക്കുന്നു. നാം തെറ്റിപ്പോകാതിരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് അനുദിനം വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഈ വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കുകയും ചെയ്തവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തി അനുഗ്രഹിക്കപ്പെടാം. ആമേൻ.